ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഗിഗാഡ് മൊണാസ്ട്രി കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കുറെ ഫ്രൂട്ട്സ് കൊണ്ടുള്ളവരുടെ ട്രഡീഷണൽ ബ്രെഡിനെ നമ്മൾ ലബാഷ് എന്നാണ് പറയുന്നത്. ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഇത് ബ്രെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലബാഷ് എന്നാണ് പറയുന്ന പേര്. അവര് ഓരോരുത്തർ വിളിക്കുകയാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാനായിട്ട്. ഓക്കെ, നോക്കാം നമുക്ക്. കോക്കനട്ട് ബ്രെഡ്. ഹായ്, നമ്മളപ്പോ അടുത്ത മൊണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. ഗിഗാഡ് മൊണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതിൽ ഓരോരോ ശിലാ ഇതുകളാണ് കേട്ടോ. പണ്ടത്തെ 1581 കൊടുത്തിട്ടുണ്ട്. എഴുതി വെച്ചേക്കണ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് പണ്ട് തുർക്കി ഇവരും പിന്നെ ഒട്ടോമൻ രാജാവും എല്ലാവരും ഇത് അർമേനിയ ഫസ്റ്റ് ഏറ്റവും ആദ്യം ക്രിസ്ത്യാനിറ്റി സെലക്ട് ചെയ്ത രാജ്യമാണെന്ന് അറിയാലോ ലോകത്തില്. അപ്പൊ ഇവര് മതം മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. ഓട്ടോമൻ സുൽത്താൻ കുറെ പേരെ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് യുനെസ്കോ ലോക പൈതൃക സൈറ്റായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അത് കാരണം അവരെ ഒക്കെ പേടിച്ചിട്ട് ഓരോ മലയിടുക്കുകളിലൊക്കെ വന്നിട്ട് ഇവരൊരു ഗ്രൂപ്പായിട്ട് ഒരു പ്രാർത്ഥിക്കുമായിരുന്നു യേശുദേവനെ. അപ്പൊ പൈൻ ട്രീയെ കാണാട്ടാ. കൈ കോച്ചിട്ട് നിക്കാൻ വയ്യ. അതിന്റെ കോണ് കണ്ടില്ലേ, കണ്ട ഈ മലയുടെ ഇടുക്കിലൊക്കെയാണത്. അപ്പൊ അവര് അതിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാണിത്. ഇവരാരും കാണാതെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് അവര് അങ്ങനെ ചെയ്യണത്. അപ്പൊ നമുക്ക് ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് നമുക്ക് എടുക്കാട്ടോ. അത്രയും പഴയ ഒരു ഇതാണ് കേട്ടോ. കണ്ടില്ലേ, ഗുഹ ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, ഗുഹ പള്ളി എന്നാണെങ്കിൽ പറയാം. കൊറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ യേശുദേവനെ. ചേട്ടൻ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. ഈശ്വര, അൾത്താര. മെയിനായിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പിന്നെ എന്താണെന്ന് പറയുക, എഴുതി വെക്കണതൊന്നും ഇംഗ്ലീഷിലൊന്നുമില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. റൊമേനിയൻ ലാംഗ്വേജ്. പള്ളിയിൽ മണിയടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ, ചർച്ചില്. ഇത് കണ്ടോ, എത്രയോ വർഷം പഴക്കമുള്ള മണി അടിക്കണത്. ഇതാണ് ഡ്രിങ്കിങ് വാട്ടർ. ഇതിൽ നമ്മൾ വായ വെച്ച് ഇങ്ങനെ കുടിക്കണം വെള്ളം. ഭംഗിയുള്ള ഒരു അരുവി കാണാനുണ്ടോ? ശരിക്ക് ഐസ് ഉരുകിയിട്ട് വെള്ളം വരില്ലേ, അതന്നെ. നമ്മള് പുഴയൊക്കെ ഉണ്ടാവണത് എങ്ങനെയാ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇത് ആകുമ്പോൾ ഒരു പാലൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഫുള്ള് ഐസാണ്. ഇവിടെയൊക്കെ കണ്ടോ, അടിപൊളിയാണല്ലേ, എന്ത് ഭംഗിയാ കാണാൻ. കിട്ടും ഐസ് കുറഞ്ഞതാണ് ഈ കാണുന്നത് അർമേനിയയിൽ വന്നിട്ട്. ജോലി അർമേനിയ കോർപ്പറേഷൻ അവളെ തലയിലിക്കത്